നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഈ കഴിഞ്ഞ എൻ്റെ പല വീഡിയോ കണ്ടിട്ട് ഒരു സഹോദരന് തൻ്റെ ഒരു സംശയ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു കാര്യം ആവശ്യപ്പെടുകയുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ അങ്ങനെ ചെയ്യുകയുണ്ടായി. നിങ്ങൾ പലരും അത് കേൾക്കുകയുണ്ടായി. അപ്പം അതുപോലെ തന്നെ എന്നോട് ആവശ്യപ്പെട്ടു ഈ ഭാഗത്തിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ തരണമെന്ന്. അപ്പം ഞാൻ ആഗ്രഹിച്ചു ഈ വീഡിയോ കേൾക്കുന്ന അല്ലെങ്കിൽ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും അത് ഉതകട്ടെ എന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഓർപ്പിച്ചുള്ള ഒരാളുടെ ആവശ്യപ്രകാരം ഈ വീഡിയോ ചെയ്യുമ്പം എന്താണ് ആ പ്രിയ സഹോദരൻ്റെ സംശയം, അല്ലെങ്കിൽ തിരുവചന പഠനത്തിലൂടെ തന്നിലുള്ളതായൊരു സംശയം, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷന് വേണ്ടി കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യമാണ്. അപ്പം ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ സഹിച്ച കഷ്ടങ്ങൾ, ക്രൂശുമരണം വരെയുള്ള തൻ്റെ കഷ്ടങ്ങൾ, അത് പൂർണ്ണമായിരുന്നുവോ അത് അപൂർണമായിരുന്നുവോ, അതായത് അതൊരു ഇൻകംപ്ലീറ്റ് ആയിരുന്നുവോ. അപ്പോൾ അത് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ബാക്കി സഹിച്ച് അതിൻ്റെ പൂർത്തീകരണം വരുത്താൻ വേണ്ടി മറ്റാരെങ്കിലും ഏൽപ്പിച്ചിരുന്നുവോ. നമുക്ക് അതെങ്ങനെ അങ്ങനെ തോന്നാൻ കാരണം പറഞ്ഞാൽ ഈ വാക്യം വായിക്കുമ്പം, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുമ്പം ആ ഒരു വാക്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നാം. ഞാൻ ആ വാക്യം ആദ്യമായിട്ടൊന്ന് വായിച്ച് ശ്രോതാക്കളെ കേൾപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. കൊലോസ്യ ലേഖനം 1:24 ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വാക്യം വായിക്കുമ്പം നമുക്കറിയാം, ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് എഴുതിയത് പൗലോസാണ്. പൗലോസ് AD 60-61 കാലഘട്ടങ്ങളിൽ റോമിൽ വെച്ച് എഴുതിയ ഒരു ലേഖനമാണ് ഇത്. അതുമാത്രമല്ല, ഈ കൊലോസ്യ സഭ സ്ഥാപിക്കപ്പെട്ട് മുൻപോട്ട് വരുമ്പോൾ അവിടെ ഒരുപാട് ദുരുപദേശങ്ങൾ, പ്രധാനമായിട്ടും നോസ്റ്റിസം, അതായത് ജ്ഞാനവാദം, വല്ലാതെ ആ സഭയെ, അവരുടെ വിശ്വാസത്തെയും അവരുടെ ചിന്തകളെയും വല്ലാതെ അത് വഷളാക്കി എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. ദൈവം നന്മയാണ്, വസ്തു തിന്മയാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ ആവിർഭാവങ്ങളിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവതാരങ്ങളിൽ ഒന്ന് മാത്രമാണെന്ന് അവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും, ജ്ഞാനവാദം, അതുകൊണ്ടാണ് തത്വജ്ഞാനം എന്നൊക്കെ എടുത്ത് പറഞ്ഞ് നിങ്ങളതിനകത്ത് വഞ്ചിക്കപ്പെടുന്നതൊക്കെ പൗലോസ് ഓർപ്പിക്കുന്നത്. അപ്പം ഈ എഫെസോസിൽ 3 വർഷം പൗലോസ് താമസിച്ച് സുവിശേഷ വേല പ്രവർത്തനം നടത്തുന്ന സമയത്ത് രക്ഷിക്കപ്പെട്ട എപ്പഫ്രാസ് ചെന്നിട്ടാണ് ഈ സഭ അവിടെ കൊലോസിൽ പ്രവർത്തനം തുടങ്ങി സ്ഥാപിക്കപ്പെടുന്നത്. പിന്നീടുണ്ടായ ദുരുപദേശത്തിന് വേണ്ടിയിട്ട് യെരുശലേമിലൊരു സദസ്സ് തന്നെ കൂടി, അല്ലെങ്കിൽ ഒരു സുനോദോസ് തന്നെ കൂടി, ഇതിനെക്കുറിച്ച് വലിയ ചർച്ചയുണ്ടായി. അതിനുശേഷം പൗലോസിൻ്റെ അടുക്കൽ വന്നിട്ട് ഈ കൊലോസിൽ നടക്കുന്നതായ പ്രതിസന്ധിയെക്കുറിച്ച് പറയുകയും അതിന് മറുപടിയായിട്ട് എഴുതിയ ലേഖനമാണിത്. ആ ലേഖനത്തിൽ പൗലോസിൻ്റെ ശുശ്രൂഷ കാലയളവിൽ തന്നോട് വളരെ അടുത്ത് ചേർന്ന് നിന്ന് അനേകരെ തന്നെ വിട്ടുപോയതിന് പ്രധാന കാരണങ്ങൾ ഈ ക്രിസ്തീയ ജീവിതത്തിലുണ്ടായ, അല്ലെ സുവിശേഷ പ്രഘോഷണ സമയങ്ങളിലുണ്ടായ, സുവിശേഷീകരണത്തിലുണ്ടായ പ്രതികൂല സാഹചര്യങ്ങളാണ്. ഉപദ്രവങ്ങൾ, പീഡകൾ, നിന്ദകൾ, പഴികൾ. പൗലോസിൻ്റെ വലിയ ലിസ്റ്റ് പറഞ്ഞാൽ സഹിച്ച കഷ്ടതകൾ, കരയിലെ കടലിലെ ആപത്തുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വലിയ പ്രതിസന്ധികൾ, പീഡനങ്ങൾ നേടി ഒരുപാട് പേർ തന്നെ വിട്ടു. വിശ്വാസക്കപ്പോൾ തകർന്നു പോയവരുണ്ട്. മർക്കോസിനെ പോണക്കുള്ള സമ്പന്ന കുടുംബങ്ങൾ ജനിച്ചു വളർന്നവർക്ക് ഈ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാതെ പോയി, വീണ്ടും മടങ്ങി വന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടെയാണ്
പൗലോസിൻ്റെ ശുശ്രൂഷകളും ജീവിതം കടന്നു പോകുന്ന ചില കത്തുകളും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നൊരു കാര്യം, ഇതിൻ്റെ പ്രധാന സന്ദേശം യേശുക്രിസ്തുവിൻ്റെ കഷ്ടത ഇൻകംപ്ലീറ്റ് ആയിരുന്നുവോ, അതിൻ്റെ ബാക്കി പൂരിപ്പിക്കുവാൻ സഭയ്ക്ക് വേണ്ടി താൻ അനുഭവിച്ച കഷ്ടങ്ങൾ അതിൻ്റെ ബാക്കി പൂർത്തീകരണമായിരുന്നു. അല്ല യേശുക്രിസ്തുവിൻ്റെ കഷ്ടത അപൂർണവും അത് പൂർത്തീകരിക്കാൻ പൗലോസിനെ ചുമതലപ്പെടുത്തി അല്ല മറ്റുള്ളവരെ ചുമതലപ്പെടുത്തി എന്ന് ചിന്തിക്കുന്ന ആ ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു സംശയം നമ്മളുള്ളിൽ നിന്ന് മാറിപ്പാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ എന്നെ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപ് BC 700കളിലൊക്കെ ജീവിച്ചിരുന്ന പ്രവാചകനായിരുന്നു യെശയ്യാ പ്രവാചകൻ. യെശയ്യാ പ്രവാചകൻ തൻ്റെ പ്രവചനങ്ങളിൽ നമ്മൾ 53 അധ്യായം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ കഷ്ടതകളെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗമാണ്. സങ്കീർത്തനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ 22-ാം സങ്കീർത്തനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ആ അനുഭവങ്ങളെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപേ ദാവീദൊക്കെ പാടിയിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ യെശയ്യാ പ്രവാചകന് യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആളാണ്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് അവനെ കണ്ടാൽ ആളറിയാത്തവനെ പോലെ അവൻ പീഡകളാലും നിന്ദകളാലും അതുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ട് അവനെ കണ്ടാൽ ആഗ്രഹിക്കത്ത കോമ്പളത്വമില്ല, കാട്ടു ചെന്നായ്ക്കൾ കൂട്ടമായിട്ട് ഒരു ആടിനെ പിടിച്ചാൽ എങ്ങനെ ഇരിക്കും അതേ രൂപത്തിലായി. അപ്പം ആ ഒരു യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് അവനെ കർത്താവ് രോഗം ശീലിച്ചവനെ പോലെ എല്ലാം അവിടെ ഓർപ്പിക്കുകയാണ്. അപ്പം അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. അപ്പോൾ യേശുക്രിസ്തു ജനിക്കുന്നതിനും യേശുക്രിസ്തു മരിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ എന്താണോ തിരുവചനത്തിൽ കർത്താവിനെക്കുറിച്ച് മുൻകൂട്ടി രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ മുൻകൂട്ടി രേഖപ്പെടുത്തിയ കംപ്ലീറ്റ് കർത്താവ് അത് പൂർത്തീകരിച്ച് യേശുക്രിസ്തു ഒന്നും ബാക്കി വെച്ചില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് ഏറ്റവും അവസാനം പറയുന്ന പദം പോലും ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞാൽ ഐ ഹാവ് പെയ്ഡ്, ഇറ്റ്സ് ഡൺ, ഞാൻ എല്ലാം ചെയ്തു തീർത്തു, ഇനി ഒന്നും ബാക്കി വെക്കാതെ. തിരുവഴുത്തിൽ തന്നെ കുറിച്ച് എന്തൊക്കെ എഴുതിയിരുന്നുവോ അത് കംപ്ലീറ്റ് കർത്താവ് പൂർത്തീകരിച്ചിട്ട് രക്ഷയ്ക്കുള്ളതും നമ്മുടെ ശാപത്തിനും നമ്മുടെ പാപത്തിനും നമുക്കുള്ള സകലത്തിനും രോഗത്തിനും ഉള്ള സകല പ്രായശ്ചിത്വം തന്നെ ക്രൂശ് മരണത്തിലൂടെ കർത്താവ് പൂർത്തീകരിച്ച് ആണ് കർത്താവ് ഇവിടെ നിന്നും സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിങ്ങളോട് 1-2 ഉദാഹരണങ്ങളിലൂടെ ചില ഉദാഹരണങ്ങളിലൂടെ ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകും. ഞാൻ അതിനുവേണ്ടി ആദ്യം ഉപയോഗിക്കുന്നത് ഒരു രാഷ്ട്രീയ ഉദാഹരണമാണ്. അതായത് നമ്മുടെ ഭാരതത്തിന്, ഇന്ത്യക്ക് 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി 14-ാം തീയതി അർദ്ധരാത്രി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. ആ സ്വതന്ത്ര ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ അഡ്മിനിസ്ട്രേഷൻ ടൈം അല്ലെങ്കിൽ ആ ഭരണകാലം, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യ ഭരണകാലത്ത് അദ്ദേഹം ഭാരതത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു, അദ്ദേഹം ഭാരതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ 5 വർഷം ഭരിച്ചു അല്ലെ പിന്നീട് ഭരിച്ചു എന്ന് കൂട്ടുക. നമ്മൾ ചിന്തിക്കുകയാണ് ആ 5 വർഷം കൊണ്ടെല്ലാം താൻ കംപ്ലീറ്റ് ആക്കി. ഇന്ന് 2025 കാണുന്ന ഇന്ത്യയാണോ അന്ന് ഉണ്ടായിരുന്നത് അല്ലെ താൻ ഭരിച്ചിറങ്ങുമ്പോൾ? അതിനുശേഷം ഒരുപാട് പ്രധാനമന്ത്രിമാർ വന്നു. പിന്നീട് തൻ്റെ മകൾ ഇന്ദിരാഗാന്ധി വന്നു, അവരുടെ മകൻ രാജീവ് ഗാന്ധി വന്നു. അതിനിടയ്ക്ക് ഒരുപാട് നമുക്ക് പ്രൈം മിനിസ്റ്റേഴ്സ് വന്നു, ഒരുപാട് അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഒരുപാട് നമുക്ക് ഭരണകൂടം വന്നു. അപ്പം ഈ ഒരാൾ ചെയ്തുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ വികസനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടില്ല. അടുത്ത ആൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇപ്പം ശ്രീ നരേന്ദ്രമോദിയാണ്, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ ഭരണത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന, ഇപ്പം നമുക്കറിയാം ഭാരതത്തിൻ്റെ ഭയങ്കര വികസിതമായിട്ട് ഒരുപാട് നല്ല ഹൈവേകൾ, ഒരുപാട് പുരോഗതികൾ, ഒരുപാട് വില്ലേജുകളിൽ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. അതപ്പം ഒരാൾ തുടങ്ങി വെച്ചതിന് അടുത്ത ആൾ
അവരെ കാലശേഷം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഈ 3.5 വർഷത്തെ പ്രേക്ഷിത ദൗത്യം കൊണ്ട് സഭയുടെ പൂർത്തീകരിക്കപ്പെട്ടില്ല. സഭ പിന്നെയും തുടരുകയാണ് ഭൂമിയിൽ. കർത്താവ് തൻ്റെ ദൗത്യം അത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് എന്തിനു വേണ്ടി കർത്താവ് വന്നുവോ, മാനവകുലത്തിൻ്റെ പാപത്തിന് പരിഹാരമായി യോഹന്നാൻ സ്നാപകൻ ചൂണ്ടിക്കാണിച്ചോണൊക്കെ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടാണ് വന്നത്. ആ കുഞ്ഞാട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് അല്ലെങ്കിൽ അറുക്കപ്പെട്ട് നമ്മളെ വീണ്ടെടുത്തു. ആ ദൗത്യം 100% അത് പൂർത്തീകരിച്ചാണ് കർത്താവ് കടന്നു പോയത്. പക്ഷെ സഭ പിന്നെയും തുടരുക. സഭ അതുകൊണ്ട് കർത്താവിൻ്റെ കൂടെ എടുക്കപ്പെടുകയല്ല ചെയ്തത്. സഭ ഇനിയും കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ സഭ കർത്താവിനോട് മധ്യാകാശത്തിൽ ചേരുന്നതുവരെ സഭ ഭൂമിയിലുണ്ട്. അപ്പം ആ സഭയുടെ കർത്താവ് ആക്കി വെച്ചിട്ടുള്ള അപ്പോസ്തലന്മാർ ആക്കി വെച്ചിട്ടുള്ള വിശ്വാസ സമൂഹം അതിൻ്റെ ബാക്കി വളർച്ചയെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയത്തില്ല. ഞാനിപ്പം ഒരു ഉദാഹരണം കൂടെ പറയാം. ഒരു പഞ്ചവത്സര പദ്ധതി, 5 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു പദ്ധതി. ഇപ്പം ഒരു ഭാരതത്തിൻ്റെ ഒരു ഭരണകർത്താവ് നരസിംഹറാവു ഇരിക്കുന്ന സമയത്ത് അങ്ങ് ഒരു പഞ്ചവത്സര പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചു, തുടങ്ങി വെച്ചു. പക്ഷേ അദ്ദേഹം പിന്നെ ഭരണത്തിൻ്റെ ഒരു 2.5 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങി വെച്ചെങ്കിൽ അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത സർക്കാർ വരുമ്പം ഇത് മുന്നോട്ട് പോയത് പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരു ആണവ നിലയം പ്രവർത്തനം ആരംഭിക്കും. കുറഞ്ഞത് 10 മുതൽ 15 വർഷമെങ്കിലും എടുക്കും ഒരു ആണവ നിലയത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഒരു 3 ഗവൺമെൻറ്, നമ്മുടെ അവിടെ ഒരു 5 വർഷമാണല്ലോ, ഒരു 3 ഗവൺമെൻറ് വന്നു പോയെന്നിരിക്കാം, 3 ഭരണകൂടങ്ങൾ. ഇപ്പോൾ ഈ 3 ഭരണകൂടം വന്നു പോകുമ്പോഴാണ് ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞ പോണൊക്കെ ദൈവത്തിൻ്റെ സഭ അതിനുശേഷം ലോകത്തിൽ ഇപ്പോൾ 2000 വർഷമായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഓരോ കാലഘട്ടത്തിലും ദൈവമാക്കി വച്ചിരിക്കുന്ന വിശുദ്ധന്മാർ ദൈവജനത്തെ കൊണ്ട് കർത്താവിൻ്റെ സഭയുടെ വളർച്ചയെ അത് പൂർത്തീകരിക്കുകയാണ്. അതിനെങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത്? നമുക്ക് ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് 1-2 വാക്യം കൊണ്ട് ഓർപ്പിച്ച് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇപ്പം ഒരു പിതാവ് ഒരു പലചരക്കട തുടങ്ങിയെന്ന് വിചാരിക്കുക. ഒരു പലചരക്കട തുടങ്ങി. അതിങ്ങനെ തുടക്കത്തിൽ ഒരു കൊച്ചു മുറിക്കാത്ത ഒരു പലചരക്കടങ്ങുന്നത് ഭാവിയിൽ വളർന്നു വന്നു, പുരോഗതിയിലേക്ക് കടന്നു വന്നു. താന് പ്രായമായി, താന് റിട്ടയർ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുന്ന തന്നെ മകൻ ആ കട മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ മകൻ്റെ കാലമായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഇത് കുറച്ചുകൂടെ വിശാലമായി ഒരു മുറിയൂടെ എടുത്തു. ഔട്ട്ഡോർ ബിസിനസ് കുറച്ചുകൂടെ വിശാലമാക്കി. അദ്ദേഹം പ്രായമായി. അതിനുശേഷം ഗ്രാൻഡ് സൺ, മൂന്നാം തലമുറ കൊച്ചുമകന് ഇതേ ബിസിനസ് തുടർന്നുകൊണ്ട് പോവുക. അപ്പോഴത്തേക്ക് അത് എന്താ പറയുന്നത്, ഒരു വലിയ ഹോൾസെയിൽ കടയുടെ നിലയിലേക്ക് അത് ഉയരുവാനായിട്ട് ഇടയാത്തുന്നു. അപ്പോൾ എന്തോ ചെയ്തത്? ആ ഗ്രാൻഡ് ഫാദറിൻ്റെ കാലം കൊണ്ട് അതിൻ്റെ ദൗത്യം പൂർത്തീകരിച്ചില്ല. പുള്ളി തുടങ്ങി വെച്ചു. പുള്ളിയുടെ മകൻ അതിനെ വിശാലമാക്കി. കൊച്ചുമകൻ വന്നപ്പോഴത്തേക്ക് അതൊരു ഹോൾസെയിൽ നിലവാരത്തിലേക്ക് വരുവാനായിട്ടിടയായിരുന്നു. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ ജീവനെ നൽകി നമുക്ക് വേണ്ടി ആരംഭം കുറിച്ച് വെച്ച പുതിയ സഭയുടെ കാലാകാലം നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി മുടക്കുന്ന പണമാകട്ടെ, സമയമാകട്ടെ, പീഡനമാകട്ടെ, ഉപദ്രവങ്ങളാകട്ടെ, അതിലൂടെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കർത്താവിൻ്റെ വരവ് വരെ നാം ഓരോരുത്തരും ഓരോ കല്ല് വെച്ച് പണിയുന്ന പോലെ പണിതുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് വായിക്കുന്ന യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം ഗിരിപ്രഭാഷണം അതിൻ്റെ 10-11 വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു: നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിപ്പിൻ. വളരെ അഡ്വാൻസായിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. നീതി നിമിത്തം, സത്യനിമിത്തം, ഈ മാർഗനിമിത്തം നിങ്ങൾക്ക് ഒത്തിരി ഉപദ്രവം ഉണ്ടാകും. പക്ഷേ നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ വലിയൊരു പ്രതിഫലമുണ്ട്. അതിൻ്റെ അർത്ഥം എന്തുവാ? നിങ്ങൾ ഇതിൻ്റെ ബാക്കി ഭാഗം കർത്താവിന് വേണ്ടി പൂർത്തീകരിക്കാൻ, കർത്താവിന് വേണ്ടി പൂരിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ചെയ്യാനായിട്ട് പോവുകയാണ്. ഉപദ്രവം ഉണ്ടാകും. ഇനി കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള ഒരു വലിയ പ്രാർത്ഥനയുണ്ട്. പിതാവിൻ്റെ ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരിക,
ഞാൻ ഇത്ര നാൾ ഇവരോട് കൂടി ഇരിക്കുകയായിരുന്നു, ഞാൻ അവരെ നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടു. പക്ഷെ ഞാൻ ഇനിയും നിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക, ഇവരെ ലോകത്തിലിരിക്കുന്നു, നീ ഇവരെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മഹാപൗരോഹിത്യ പ്രാർത്ഥനയുണ്ട്, ദീർഘമായൊരു പ്രാർത്ഥന. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിന് മുമ്പ് കർത്താവ് 16-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാരോടൊരു കാര്യം, നിങ്ങൾ ഇടറിപ്പോകല്ല. ഞാനൊരു ഫാക്റ്റ്, ഒരു സത്യം ഞാൻ നിങ്ങൾ പറയാൻ പോവാം. ഇത് കേട്ട് നിങ്ങൾ ക്ഷീണിച്ച് ഇടറിപ്പോകുവാൻ ഇടയായിത്തീരല്ലേ. എന്താണ് കർത്താവ് പറഞ്ഞത്? കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് മുൻകൂട്ടി നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. ഉപദ്രവം മാത്രമല്ല, നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു നാഴികയിലേക്ക് വരികയാണ്. അപ്പോൾ കർത്താവ് മുൻകൂട്ടി തന്നെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരോട് പറയുമ്പോൾ ഈ കാര്യങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് ഉപദ്രവമുണ്ട്. അതുപോലെ തന്നെ ഈ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന പത്രോസ് താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ നിന്നും അതിൻ്റെ 12-ാമത്തെ വാക്യം 4:12 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക്, ആ വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടയായിത്തീരും. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നുവല്ലോ. എൻ്റെ 16-ാമത്തെ വാക്യം, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്ര വേണ്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സഭ, കർത്താവിൻ്റെ കാഹളനാദം കേട്ട് സഭ എടുക്കപ്പെടുന്നത് വരെ ഈ ലോകത്തിൽ തുടരുകയാണ്. അപ്പം യേശുക്രിസ്തുവിൻ്റെ ആ ശുശ്രൂഷയും കർത്താവിൻ്റെ മരണവും ഉത്ഥാനവും അതുപോലെ തന്നെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം കർത്താവ് ഇതിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മളെ. കർത്താവ് മറ്റൊരു ഓപ്ഷനും ഇവിടെ കണ്ടില്ല. തന്നെ അനുഗമിക്കാൻ ഇറങ്ങിത്തിരിച്ച 12 പേരുടെ കരങ്ങളിൽ അവരെ അപ്പോസ്തലന്മാരെ നിയോഗിച്ച് കർത്താവ് അവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവരെ അയക്കുമ്പം അവർ പോയില്ല എങ്കിൽ, അവർ ഇത് ഏറ്റെടുത്തില്ല, അവരിത് പോയില്ല എങ്കിൽ ഈ സുവിശേഷം എങ്ങനെ എത്തിയേനെ? നമുക്കറിയാം, ഈ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ രക്തസാക്ഷികളായിട്ടാണ് കർത്താവിന് വേണ്ടി ഈ ലോകത്തിൽ അവരുടെ ജീവിതം അവസാനിച്ചത്. അല്ലാതെ അവർ രക്തസാക്ഷി മരണം കൈവരിക്കുക ചെയ്തത്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായിരുന്ന തോമസ് AD 52 ഇന്ത്യയിൽ വന്നു, കൊടുങ്ങല്ലൂർ വന്നു. താൻ പല സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ചു. 7 പള്ളികൾ തന്നാൽ സ്ഥാപിക്കപ്പെട്ടു. അതെല്ലാം ചരിത്രത്തിൽ കിടപ്പുണ്ട്. ചായലെന്ന് പറയുന്ന നിലയ്ക്കൽ വരെ വരുവാൻ തൊക്കെ നമ്മുടെ യാത്രയിരുന്നു. അവസാനം നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈലാപ്പൂർ വെച്ച്, തമിഴ്നാട്ടിൽ മദ്രാസിൽ മൈലാപ്പൂർ വെച്ച് താൻ കുന്തമെറിഞ്ഞ്, കുന്തം കൊണ്ട് കുത്തി, പുറകിൽ നിന്ന് കുത്തി തന്നെ കൊന്നു. ഇന്നും സെൻറ് തോമസ് നഗർ അവിടെ ചെന്ന് നമുക്ക് ആ ചരിത്രങ്ങളെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. പത്രോസ് റോമിലേക്ക് കടന്നുപോയി, തലകീഴായി ക്രൂശിക്കപ്പെട്ടു, യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. അങ്ങനെ ഒരുപാട് കർത്താവിൻ്റെ ശിഷ്യന്മാരെ എല്ലാം തന്നെ ഈ രക്തസാക്ഷികളായിട്ട് മരിക്കുകയും ഈ കഷ്ടതയുടെ, അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു പാർട്ടി, അവിടെ ഒരു രക്തസാക്ഷി ഉണ്ടാകുമ്പോൾ ആ പാർട്ടിയുടെ വളർച്ച, ഓരോ തുള്ളിയിൽ നിന്നും ആ പാർട്ടി വളരുക, ഓരോ തുള്ളി ചോരയിൽ നിന്നും പാർട്ടി വളരുന്ന പോലെ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി ജീവൻ കൊടുത്ത് ഉപദ്രവം സഹിച്ച അനേകർ, ഗ്രഹാം സ്റ്റെയിൻസിനെ കുറിച്ച് നമുക്കറിയാം. ഒറീസയിൽ വന്ന് തൻ്റെ 2 കുഞ്ഞുങ്ങളെ പിന്നെ തീമോത്തിയോടും ഫിലിപ്പിനോടും ചേർന്ന് ഒരു വാനിൽ ഒരു ഗ്രാമത്തിൽ സുവിശേഷം നടത്തിയ ശേഷം ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന സമയത്ത്, വൈകുന്നേരം കിടന്ന് ഉറങ്ങുന്ന സമയത്ത് മറ്റോ ആണ് വന്ന് അദ്ദേഹത്തെ
കുഞ്ഞുങ്ങളെയും കൂടെ അതിനകത്തിട്ട് തീയിട്ട് ചുട്ടുകൊന്നത്. എത്രയോ കോടാനുകോടി ഭക്തന്മാർ ഈ 2000 വർഷങ്ങൾ കൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ ഈ സഭയ്ക്ക് വേണ്ടി ആ കഷ്ടങ്ങളുടെ ഭാഗമായി തീരുവാനൊക്കെ നമ്മുടെ തീർന്നു. ഇപ്പം എന്നോട് ഈ സംശയം അല്ലെങ്കിൽ ഇത് എക്സ്പ്ലനേഷൻ ചോദിച്ച ആ പ്രിയ സഹോദരനോട് ഞാൻ പറയുകയാണ്, ഒരുപക്ഷെ ആ സഹോദരനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വളരെ അതിനെ സ്നേഹിക്കുകയും മുടക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. സിറിയ, ടർക്കിയൊക്കെ പോണക്കുള്ള വളരെ കഠിനമായ മുസ്ലിം തീവ്രവാദം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനേകർക്ക് വേണ്ടി മുതൽ മുടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഓരോ കല്ലെടുത്ത് വെച്ച് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപക്ഷെ നാളെ രക്തസാക്ഷിയായില്ലെങ്കിൽ, നാളെ നമുക്ക് ഇതിനു വേണ്ടി അടിയോ ഉപദ്രവമോ ലഭിച്ചില്ലെങ്കിൽ പോലും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാം സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി. നമ്മൾ ഇന്നലെ ആഹാരം കഴിച്ചുകൊണ്ട് ഇന്നാലും കഴിക്കാതിരിക്കുന്നില്ല. നമുക്ക് ഇന്നലെ കഴിച്ച് വിശപ്പ് മാറി, പക്ഷേ ഇന്നും വിശപ്പുണ്ട്. ശരിക്കും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഓരോ കാലഘട്ടം ദൈവം ആക്കി വെച്ചിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ കൊണ്ട് സഭയെ ആ ശരീരത്തിൻ്റെ വളർച്ച, തൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരുടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ മടങ്ങിവരവിൽ കർത്താവ് മധ്യാകാശത്തിൽ കടന്നു വരുമ്പോൾ സഭ ആ ക്രിസ്തുവിനെ മണവാളിനെ എതിരേക്കാൻ വേണ്ടി ഇവിടെ നിന്നും എടുക്കപ്പെടുവാൻ തക്കണം. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും മരിച്ചുപോയ വിശുദ്ധന്മാരും അക്ഷയമായ ശരീരത്തെ പ്രാപിച്ചുകൊണ്ട് ഉദ്ധാനം ചെയ്യുന്ന ആ ദിവസം വരെ സഭ ഭൂമിയിലിരിക്കുക. ക്രിസ്തു മാത്രമേ ഉദ്ധാനം ചെയ്ത് കയറിപ്പോട്ടുള്ളൂ. അപ്പം പൗലോസ് പറയുകയാണ്, ഈ പൗലോസ് കർത്താവ് അതായത് BC 3 BC 4-3 അതിനാണ് AD 1 കണക്കാക്കുന്ന കർത്താവിൻ്റെ ജനനം ഒന്നാണ് സംഭവിച്ചത്. അപ്പോൾ AD 30 കർത്താവ് ഉദ്ധാനം ചെയ്ത മരിച്ച അടക്കപ്പെട്ട് ഉദ്ധാനം ചെയ്തതായിട്ട് നമ്മൾ വിശ്വസിക്കപ്പെടുന്നു. അപ്പം പൗലോസ് ആ കാലഘട്ടത്തിൽ ജീവനോടെ ഉണ്ട്, പക്ഷേ ഇവർ തമ്മിൽ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല. പൗലോസ് AD 60-61 ഈ കൊലോസ്യലേഖനം എഴുതുന്നത്. അപ്പം പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഏൽക്കുന്ന ഈ കഷ്ടാനുഭവം ഞാൻ എന്താ ചെയ്യുന്നത്? ക്രിസ്തു ശിരസായി ഈ ഭൂമിയിൽ അവശേഷിച്ചിരിക്കുന്ന അവൻ്റെ സഭയായ ശരീരത്തിന് വേണ്ടി ഞാനത് പൂരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ക്രിസ്തുവിൻ്റെ ശരീരമാം ഈ ലോകത്തിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി നമ്മൾ സഹിക്കുന്ന, നമ്മൾ കൊടുക്കുന്ന, നമ്മൾ ചിലവാക്കുന്ന ഓരോ ഇതിലൂടെയും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഇന്നും അനേകര് ആ വചന നിമിത്തം, ക്രിസ്തു നിമിത്തം ജയിലടയ്ക്കപ്പെട്ടവർ, ഉപദ്രവമേൽക്കുന്നവർ, നിന്ദിക്കപ്പെടുന്നവർ, നമുക്കറിയാം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, നൈജീരിയ പോണക്കുള്ള സ്ഥലങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ, സിറിയ പോണക്ക്, ടർക്കി പോണക്ക്, അതുപോണക്ക് പാലസ്തീനിൽ, അതുപോലെ തന്നെ ലെബനനിൽ, ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ, ഈവൻ പാകിസ്ഥാനിൽ, അതുകൊണ്ടൊക്കെ തന്നെ ബംഗ്ലാദേശിലൊക്കെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന അല്ല ക്രൈസ്തവർ സഹിക്കുന്ന പീഡനങ്ങളും ഒരു നൂറിലൊന്നും പുറത്തു വരുന്നില്ല. ഇതിലൂടെ എല്ലാം നമ്മളെന്താ ചെയ്യുന്നത്? കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന, നമ്മെ വിശ്വസ്തരായി കണ്ട് ഏൽപ്പിച്ചിരിക്കുന്ന ആ സഭയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഏൽക്കുന്ന ഈ കഷ്ടങ്ങൾ അതിനെ നമ്മൾ പൂരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഈ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് കരുതുകയാണ്. ഞാനതാണ് ആദ്യം ഒരു രാഷ്ട്രീയ ഉദാഹരണം പറഞ്ഞത്. ഈ 1947 സ്വതന്ത്രമാക്കപ്പെട്ട സ്വതന്ത്ര ഭാരതത്തിൻ്റെ അവസ്ഥയല്ല 2025 അല്ലേ? ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. നമുക്കറിയാം 50 വർഷം മുമ്പുണ്ടായിരുന്ന കേരളം, അവിടുത്തെ റോഡ് സിസ്റ്റം, അവിടുത്തെ വീടിൻ്റെ നിർമ്മിതിയല്ല 100 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു കേരളമല്ല ഇന്ന്. അപ്പം ആ ഭാരതം ലോകത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പം ഇതാര് ചെയ്തു? ഇപ്പം ജവഹർലാൽ നെഹ്റു ആണ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിലാണ് ആദ്യത്തെ ഭരണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണം, അദ്ദേഹത്തിൻ്റെ ഭരണം തീർന്നതോടുകൂടി പൂർത്തീകരിക്കപ്പെടുകയല്ല. രാജ്യം അവിടെ നിൽക്കുക, അദ്ദേഹത്തിൻ്റെ ഭരണം മാത്രമാണ് കഴിഞ്ഞത്. ശേഷം വന്നവർ ഓരോരുത്തരും തുടർച്ചയായിട്ട് ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഇന്ന് കാണുന്ന ഭാരതത്തിന് വേണ്ടി ഇനി നാളെ ചെയ്യും. സെയിം ഇത് തന്നെയാണ് സഭയ്ക്കും. ഓരോരുത്തരും, കർത്താവ് മാത്രമാണ് ഉദ്ധാനം ചെയ്ത് കടന്നുപോയത്, എന്നാൽ നമ്മൾ ഓരോരുത്തരും അവൻ്റെ ശരീരമായ സഭ ഇവിടെ ഇരിക്കുകയാണ്.
ആ ഓരോ കഷ്ടം സഹിക്കുമ്പോഴും ഓരോന്നിനും അതിന് വേണ്ടി ചെയ്യുമ്പം ചെറുതാകട്ടെ വലുതാകട്ടെ ചെയ്യുമ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അതിൻ്റെ ഭാഗമായി നാം പൂരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി. എല്ലാവർക്കും ഈ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് കരുതുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.